ദേവദാസ് മേനോന്റെയും ഭവാനിയുടെ മകൾ വിനോദയാത്രയ്ക്ക് പോയ ബസ് മറിഞ്ഞ് കാണാതാകുന്നു. പോലീസ് അന്വേഷണം ആരംഭിക്കുകയും അടുത്തുള്ള ഗ്രാമത്തിലെ റെയിൽവേ ട്രാക്കിന് സമീപത്തായി കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്യുന്നു. പകുതി കത്തിയ ഒരു സിഗരറ്റും തീപ്പെട്ടിയും സമീപത്തു നിന്ന് കണ്ടെത്തുന്നു. കൊലപാതകമാണെന്നും പീഡനത്തിന്റെയോ മോഷണത്തിന്റെയോ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. സമീപത്തുള്ള ചായക്കട ഉടമ, പെൺകുട്ടിയുടെ കാമുകൻ, വീട്ടിലെ വേലക്കാരി, പെൺകുട്ടിയുടെ മാതാപിതാക്കൾ എന്നിവരെ ചോദ്യം ചെയ്യുന്നു. കൊലപാതകിയെ കണ്ടെത്താൻ സഹായിക്കുന്നവർക്ക് 5000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കുന്നു. ഗ്രാമവാസിയായ വാസുവും സുഹൃത്ത് അബ്ദുവും പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുന്നു. അവർ പറയുന്നത് രാത്രി വൈകി മദ്യപിച്ച് തിരിച്ചെത്തിയപ്പോൾ പെൺകുട്ടി ജീവിച്ചിരിപ്പുണ്ടെന്ന് കരുതി മൃതദേഹം വശത്തേക്ക് മാറ്റിവെച്ചെന്നാണ്. അപ്പോഴാണ് സ്റ്റേഷനിലേക്ക് ഒരു അപരിചിതന്റെ ഫോൺ കോൾ എത്തുന്നത്. കുടുംബസുഹൃത്തായ റാംമോഹനിൽ കുറ്റം ആരോപിച്ചുകൊണ്ടായിരുന്നു ആ കോൾ. പോലീസിന്റെ അന്വേഷണത്തിൽ അയാളുടെ ശ്രീലമ്പനാണെന്ന് മാത്രം വിവരം ലഭിക്കുന്നു. കൃത്യം നടന്ന ദിവസം കുട്ടിയുടെ അച്ഛൻ മേനോൻ കൊല്ലത്തൊരു ബിസിനസ് മീറ്റിംഗിനായി പോയിരുന്നു എന്ന മൊഴി സംശയാസ്പദമാണെന്ന് കണ്ടെത്തി. റാമിൽ കുറ്റം ആരോപിച്ച് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞതും മേനോനാണെന്ന് പോലീസ് പറയുന്നു. അങ്ങനെ മേനോനെ ചോദ്യം ചെയ്യലിനായി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. മകളുടെ കൊലപാതകത്തിന് അച്ഛൻ തന്നെയാണ് കാരണമെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഇത് പാടെ നിഷേധിച്ചുകൊണ്ട് മേനോൻ പറയുന്നു, ഭാര്യയിൽ സംശയം തോന്നിയ താൻ മെഷീൻ ഹൗസിൽ ഒളിച്ചിരുന്നുവെന്നും റാംമോഹൻ തന്റെ വീട്ടിലേക്ക് വരികയും തന്റെ ഭാര്യയുമായുള്ള അയാളുടെ ബന്ധം മനസ്സിലാക്കിയുടൻ അയാളെ കൊല്ലാനായി പിസ്റ്റൾ എടുക്കാൻ പോവുകയും എന്നാൽ കിട്ടാതെ തിരിച്ചു വന്നപ്പോൾ റാമിന്റെ കാർ അവിടെ ഉണ്ടായിരുന്നില്ലെന്നും വെളിപ്പെടുത്തുന്നു. റാമിൽ ഒരു കൊലപാതകിയുടെ യാതൊരു ടെൻഷനും ചോദ്യം ചെയ്യലിൽ കണ്ടില്ലെന്നും അയാൾ വളരെ കൂളായിട്ടാണ് നിന്നതെന്നും SP പറയുന്നു. ഒരുപക്ഷെ നടന്നത് ഇതായിരിക്കാമെന്ന് പറഞ്ഞ് ഒരു അസംഷനിൽ എത്തുന്നു. അപകടത്തിന് ശേഷം വീട്ടിൽ തിരിച്ചു വന്ന മകൾ അമ്മയെയും റാമിന്റെയും ബന്ധം കണ്ട ഞെട്ടലിൽ ഭർത്താവ് അറിയുമെന്ന ഭയത്തിൽ ഭവാനി മകളെ കൊലപ്പെടുത്തതായിരിക്കും. തുടർന്ന് റാമായിരിക്കും ബോഡി റെയിൽ ക്രോസിൽ കൊണ്ടിട്ടതെന്നും പോലീസ് പറയുന്നു. അങ്ങനെ പോലീസ് ഭവാനിയുടെ അടുത്തേക്ക് പോകുന്നു. അവരുടെ അസംശയം ശരിയാണെന്ന തരത്തിൽ ഭവാനിയെ സ്വയം വെടിയുതിർത്ത് ആത്മഹത്യ ചെയ്തതായി കാണുന്നിടത്ത് പടം തീരുന്നു.